ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് ദൈവദിനം കേൾക്കുന്ന വീക്ഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം. പേടിക്കേണ്ട, നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിനുമുഖം അന്വേഷിക്കുന്ന, കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനുമുള്ള ദൈവിക സഹിത്വത്തെയും സംരക്ഷണത്തെയും നമ്മെ ഓർപ്പിച്ച് തിരുവഴുത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുക. പ്രിയ ദൈവ പൈതലെ, നിനക്ക് ചുറ്റും അവൻ്റെ സഹിത്വവും സംരക്ഷണവും സാന്നിധ്യവും ഉണ്ട്. അവൻ തൻ്റെ ദൂതന്മാരെ കൊണ്ട് നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണ്. വേദപുസ്തകത്തിലെ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ ഏലിശ പ്രവാചകനോട് തൻ്റെ പ്രവാചകൻ പാർക്കുന്ന ഇടത്തെ കരാം രാജാവിൻ്റെ സൈന്യം വന്ന് വളഞ്ഞിരിക്കുമ്പോൾ അധികാലത്ത് പ്രവാചക ശിഷ്യൻ കാണുന്നത് ശത്രു സൈന്യം തങ്ങളെ വളഞ്ഞിരിക്കുന്നതാണെങ്കിൽ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പ്രവാചക ശിഷ്യനോട് പറയുക, നീ ഇത് കണ്ട് പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ ഇവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ പതറിപ്പോകേണ്ട, നിങ്ങളുടെ മനസ്സ് കലകേണ്ട. നിങ്ങളായിരിക്കുന്ന പ്രശ്നഭരിതമായ ജീവിതാന്തരീക്ഷത്തിലാണോ? കർത്താവിൽ ആശ്രയിക്കുക. അവൻ തൻ്റെ ഭക്തന്മാരെ സുരക്ഷിതമായി സൂക്ഷിക്കും. ഏതവസ്ഥയുടെ നടുവിലും യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ട് എന്ന് തിരുവഴുത്ത് ഓർപ്പിക്കുമ്പോൾ, അവൻ തൻ്റെ ഭക്തന്മാരെ കാക്കുന്ന കർത്താവാണെങ്കിൽ, തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തൻ്റെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും വേഗത്തിൽ അവർക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ദൈവമാണെന്ന് നമ്മെ ഓർപ്പിക്കുമ്പോൾ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രശ്നങ്ങളുടെ നടുവിൽ മറന്നു കളയുന്ന ദൈവമല്ല. പ്രിയ ദൈവ പൈതലേ, ഉറപ്പുള്ളവരായിരിക്കുക, പേടിക്കാതെ ഇരിക്കുക, ശക്തിയോടെ മുൻപോട്ട് ചുവടുകൾ വയ്ക്കുക. ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാരെ കഴിഞ്ഞ നാളുകൾ സൂക്ഷിച്ചതുപോലെ, കഴിഞ്ഞ നാളുകൾ എന്നെയും നിങ്ങളെ വഴി നടത്തിയതുപോലെ മുൻപോട്ട് ഇനിയും നടത്തും. ധൈര്യത്തോടെ ദൈവത്തിനുമുഖം അന്വേഷിക്കാം. കർത്താവിനോട് പറ്റിയിരിക്കുക. അവൻ്റെ ഹിതപ്രകാരം ചുവട് വയ്ക്കുക. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കി അവൻ്റെ സഹിത്വവും സാന്നിധ്യവും സംരക്ഷണവും നൽകി നമ്മെ അനുദിനം വഴി നടത്തും. ഏതവസ്ഥയിലും ഏത് ലോകത്തിൻ്റെ ഏത് മണ്ഡലത്തിലായിരുന്നാലും കർത്താവിൻ്റെ കരം തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കും. അതുകൊണ്ട് നന്ദിയോട് കർത്താവിന് സ്തോത്രം കരേറ്റി ദൈവത്തിന് മുഖം അനുദിനം അന്വേഷിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.